ഇന്നത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവർക്കൊപ്പം സുജയം ഉണ്ടാവാനാണ് സാധ്യത. ആൻഡ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരുടെ കൂട്ടത്തിൽ നികേഷ് കുമാർ ഉണ്ടോ? ഞാൻ എക്സിറ്റ് പോൾ തള്ളുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ തള്ളുന്നോ കൊള്ളുന്നോ? ഞാൻ എക്സിറ്റ് പോൾ തള്ളുക. സ്മൃതി 2004 പോലെ ആകട്ടെ. ഈ എക്സിറ്റ് പോൾ തള്ളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ 3 ഇടങ്ങളിൽ BJP താമര വിരിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു കൺവിൻസിംഗ് ആയ ഒരു വിശദീകരണമായി നമുക്ക് തോന്നുന്നില്ല. മാത്രമല്ല അതിലെ വോട്ട് ഷിഫ്റ്റിന്റെ പാറ്റേണും നമ്മൾ നോക്കുമ്പോൾ അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യത്തോട് നിരക്കുന്നതല്ല എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. 4-ാം തീയതി റിയൽ പോൾ വരുമ്പോൾ, എക്സാക്ട് പോൾ വരുമ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു. എക്സാക്ട് പോൾ വരുമ്പോൾ വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്ന് പാടാൻ ഭാഗ്യമുണ്ടാവട്ടെ. നാളെ രാവിലെ 7 മണി വീണതല്ലോ ധരണിയിൽ എന്ന് പാടാതിരിക്കാനുള്ള അവസരവും ഉണ്ടാവട്ടെ. അങ്ങനെയും പറയാം കിടക്കുന്നു അല്ലേ? അതെ, വീണിതല്ലോ പ്രേക്ഷകരൊന്ന് ഉറങ്ങി എണീക്കുക അല്ലേ? പക്ഷേ വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ. അല്ല, വേറൊരു കാര്യം പറയണം, പ്രേക്ഷകർ ഒന്ന് ഉറങ്ങി എണീക്കുക. 7 മണി തൊട്ട് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രമിക്കുക, ഞങ്ങൾ ഇനി പോകുന്നില്ല എന്നുള്ളതാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഞങ്ങൾ ഇന്നു മുതൽ ഇവിടെ തന്നെയായിരിക്കും. നാളെ രാവിലെ 7 മണിക്ക് പ്രേക്ഷകർക്കൊപ്പം ചേരാം. കൂടുതൽ വിശകലനങ്ങളും ആഴത്തിലുള്ള വിശകലനങ്ങളും ഒക്കെ നമ്മൾ പ്രേക്ഷകർ ഇന്ത്യയിലെ ഓരോ മണ്ഡലങ്ങൾ വൈസ് നമ്മൾ ഇന്ത്യയിലെ ഓരോ മണ്ഡലങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കും. അവിടെയൊക്കെ എന്ത് രാഷ്ട്രീയ അടിയൊഴുക്കുകളാണ് നടക്കുന്നത്, എന്താണ് ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പ്രവചിക്കാൻ ഒരൊറ്റ ഏജൻസി പോലും ഇന്ത്യ മുന്നണിയുടെ ഫലം പ്രവചിക്കാത്ത രീതിയിൽ ഏകപക്ഷീയമായി വൺ സൈഡഡായി ഈ 3ാമത്തെ ഊഴം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിന്റെ രാഷ്ട്രീയ വിശകലനം നാളെ രാവിലെ 7 മണി മുതൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. കവിത ചൊല്ലാമോ? പിന്നെന്താ, കടമ്മനിട്ടയുടെ കണ്ണൂർ കോട്ട എന്ന കവിത. എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുക്കളാകും, എല്ലാ പീരങ്കികളും തുരുമ്പിക്കും, എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും, ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. തീർച്ചയായും ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. സംപൂജ്യവും ഇപ്പുറത്ത് 2 താമര വിരിയുന്നത് നമ്മൾ കാണാൻ പോകും. ഓക്കെ, ഈ നിമിഷത്തിലെ ഈ മനോഹരമായ നിമിഷത്തിൽ നമുക്ക് ഈ എക്സാക്ട് പോളിനോട് ചേർന്ന് നിൽക്കുമോ എക്സിറ്റ് പോളുകൾ എന്ന സന്ദേശവും ചോദ്യവും മാത്രം ഉയർത്തിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും.